വിദൂരതയിലേക്ക് നോക്കി എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു ഗർഭിണിയെ കാണിച്ചുകൊണ്ടാണ് തുടക്കം. അവളുടെ കയ്യിൽ അതിമനോഹരമായി പൊതിഞ്ഞ ഒരു ഗിഫ്റ്റ് ബോക്സുമുണ്ട്. അവൾ നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി നിൽക്കുകയാണ്. അവളുടെ വളക്കാപ്പ് ചടങ്ങായിരുന്നു അന്ന്. എന്നാൽ അവളുടെ മുഖത്ത് നല്ല വിഷമവുമുണ്ട്. ഫ്ലാറ്റിൻ്റെ അകത്ത് ചടങ്ങിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇത് കാണുന്ന അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് 7-ാം മാസത്തിൽ ക്ഷീണമൊക്കെ കാണും, അത് മുഖത്ത് കാണിക്കാതെ എല്ലാവരുടെയും മുൻപിൽ ചിരിച്ച് സന്തോഷവതിയായി നിൽക്കാൻ പറഞ്ഞു. ആ ഗിഫ്റ്റ് ആർക്ക് വേണ്ടിയാണ് എന്ന് അവളോട് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് എന്നവൾ മറുപടിയും പറഞ്ഞു. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹസ്ബൻഡ് പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. ശേഷം ആ ഗിഫ്റ്റ് അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരും വന്ന് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം കൊടുക്കാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അങ്ങനെ ചടങ്ങ് തുടങ്ങി. എല്ലാവരും അവളുടെ മുഖത്ത് ചന്ദനവും കയ്യിൽ കുപ്പിവളയും ഒക്കെ ഇട്ടുകൊടുത്തു. ഇതേ സമയം ഹസ്ബൻഡ് ബാൽക്കണിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം ഹസ്ബൻഡ് വന്ന് അവളുടെ മുഖത്ത് ചന്ദനമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അമ്മയോട് നേരത്തെ ഏൽപ്പിച്ച ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ ഗിഫ്റ്റ് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ ഭയങ്കര സർപ്രൈസായി അത് അപ്പോൾ തന്നെ തുറന്നു നോക്കി. അതിൽ ഒരു പെൻഡ്രൈവ് ആയിരുന്നു. തൻ്റെ ഭാര്യയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ആയിരിക്കുമെന്ന് കരുതി അയാൾ അപ്പോൾ തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അത് പ്ലേ ചെയ്തു. എന്നാൽ അതിൽ അയാളുടെ ഓഫീസിലെ മറ്റൊരു പെൺകുട്ടിയുമായുള്ള ബെഡ്റൂം സീനായിരുന്നു. ഇത് കണ്ട് അയാൾ തലയ്ക്ക് കൈയും വെച്ച് നിന്നു. അയാൾ അത് ഓഫ് ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല. ഉടനെ തന്നെ അയാളുടെ അമ്മ വന്ന് TV ഓഫ് ചെയ്തു. നേരെ ചെന്ന് ഗർഭിണിയായ മരുമകളുടെ കരണം അടിച്ചു പൊട്ടിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവളുടെ അമ്മ അവളുടെ അടുത്ത് വന്ന് അവനോട് ഇതൊക്കെ ക്ഷമിക്കണമെന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ ഒരുമിക്കണമെന്നും പറഞ്ഞു. അവളുടെ അച്ഛൻ കുഞ്ഞിലെ മരിച്ചു പോയതുകൊണ്ട് തന്നെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. ആ അവസ്ഥ അവളുടെ കുഞ്ഞിന് വരരുതെന്നും അമ്മ അവളെ ഉപദേശിച്ചു. എന്നാൽ അടുത്ത റൂമിൽ അവൻ്റെ അമ്മ അവളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് അയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. റൂമിൽ വെച്ച് അയാൾ ചെയ്തത് തെറ്റാണെന്നും കല്യാണത്തിന് മുൻപുള്ള റിലേഷൻഷിപ്പ് ആണിതെന്നും അറിയാതെ സംഭവിച്ചത് പോയതാണെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം അവസാനിപ്പിച്ച് നമ്മുടെ കുഞ്ഞിന് വേണ്ടി തെറ്റുകളെല്ലാം മറന്ന് ജീവിക്കാമെന്ന് അയാൾ അവളോട് പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച ശേഷം അവളും ഓക്കെ, കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇതറിഞ്ഞ നിമിഷത്തിൽ ആ ദേഷ്യത്തിൽ ഞാനും ഒരു തെറ്റ് ചെയ്തു. അയാൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നെങ്കിലും അയാൾ പറഞ്ഞു എന്ത് തെറ്റാണെങ്കിലും നമുക്ക് ക്ഷമിക്കാം, നമുക്ക് ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ അവൾ പറഞ്ഞത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീയല്ല എന്നാണ്. ഇത് കേട്ടതും അയാൾ ആകെ തകർന്നുപോയി. എന്തായാലും നിനക്കും തെറ്റുപറ്റി, എനിക്കും തെറ്റുപറ്റി. നമ്മൾ കഴിഞ്ഞതെല്ലാം മറന്ന് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമല്ലേ. അതുകൊണ്ട് നീ എൻ്റെ ഈ തെറ്റും ക്ഷമിക്കുമെന്ന് കരുതുന്നു. കേട്ട അയാളുടെ കണ്ണ് നിറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പുറത്തു നിന്ന ബന്ധുക്കൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചെങ്കിലും നെഞ്ചു തകർന്ന അയാൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബാൽക്കണിയിൽ നിന്നും താഴേക്ക് ചാടി. ഇത് കണ്ട റിലേറ്റീവ്സ് എല്ലാവരും സ്തംഭിച്ചു പോയി. ശേഷം ബാൽക്കണിയിലേക്ക് വന്ന മകളോട് അവളുടെ അമ്മ സങ്കടവും ദേഷ്യവും ഉള്ളിലൊതുക്കിക്കൊണ്ട് ചോദിച്ചു, നീ എന്താണ് അവനോട് പറഞ്ഞത്? ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ മറുപടി പറഞ്ഞത് ഞാനൊരു കള്ളം പറഞ്ഞു അമ്മേ എന്നായിരുന്നു.